രണ്ടാമത്തെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു, രണ്ടാമത്തെ ഈ പറഞ്ഞ സംഗതിയിലെ മെത്തേഡിലാണ് ആദ്യത്തെ ക്രിറ്റിസിസം എങ്കിൽ രണ്ടാമത്തെ ക്രിറ്റിസിസം വരുന്നത് അബൌട്ട് ദി യൂസേജ് ഓഫ് IAS സ്കോർ ഫോർ ദ കറന്റ് സിറ്റുവേഷൻ. അതുമായിട്ട് പറയുമ്പോൾ ഈ ഓഗസ്റ്റിൽ കഴിഞ്ഞ 2020 ഓഗസ്റ്റിൽ ആർസെനിക് ആൽബം 30 എന്ന മരുന്നിന്റെ ഫലപ്രാപ്തി അവലോകനം എന്ന് പറഞ്ഞിട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ലൂക്ക എന്ന ഓൺലൈൻ മാഗസിനിൽ ഡോക്ടർ വി രാമൻകുട്ടിയും ഡോക്ടർ KP അരവിന്ദനും കൂടിയിട്ട് കുറച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ നാലാമത്തെ വിമർശനം ഞാൻ മാത്രം ഇവിടെ പറയണം, ബാക്കി എല്ലാത്തിനും ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ IAS പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ നാലാമത്തെ വിമർശനം ഒന്ന് പറയുകയാണ്. ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിൽ റിവൈസ്ഡ് എന്ന ഈ IAS എന്ന ചോദ്യവരാണ് ആളുകളിൽ സ്ട്രെസ് അളക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് സാധാരണ പെട്ടെന്നുണ്ടാവുന്ന അപ്രതീക്ഷിത ശാരീരിക റിസ്കുകൾ, കാറാപകടം, സുനാമി എന്നിങ്ങനെ മൂലം ആളുകൾ ഉണ്ടായേക്കാവുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന മാനസികാവസ്ഥയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. ഇത് എത്രത്തോളം ഈ സന്ദർഭത്തിൽ സംഗതമാണെന്ന സംശയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വി രാമൻകുട്ടി സാറും KP അരവിന്ദൻ സാറും വളരെ ആദരണീയരാണ്. കേരളത്തിലെ ശാസ്ത്ര മേഖലയിൽ വളരെ കൃത്യമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിച്ച ആളുകളാണ്. ഈ രണ്ട് മഹാരഥന്മാരും ഞാനും ചെയ്ത ഒരു ഹോമിയോപ്പതിയിൽ വരുന്ന ഏറ്റവും ചെറിയൊരു ഒരു റിസർച്ച് റിപ്പോർട്ടിനെ വിമർശിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഇവർ രണ്ടാൾക്കുമുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ രണ്ട് മഹാരഥന്മാരും എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരോട് പറയുന്നു, സർ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അളക്കാൻ IAS എന്ന ഈ സ്കെയിൽ ഉപയോഗിക്കാം. അതിനുള്ള തെളിവുകൾ ഞാൻ പറയുകയാണ്. പിന്നെ കാറപകടം, സുനാമിക്ക് മാത്രമല്ല പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാവുക. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ഡയഗ്നോസ് ഈ മെന്റൽ ഡിസോർഡേഴ്സിനെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന 2 ബുക്കുകളാണുള്ളത്. 2 ക്രൈറ്റീരിയ ആണ് നമ്മൾ ലോകത്തില് എല്ലാ സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജികളും ക്ലിനിക്കൽ സൈക്കോളജി ഉപയോഗിക്കുന്നത്. അതിലൊന്ന് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആണ്, ICD-10. രണ്ടാമത്തത് ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. ഇപ്പോൾ ഉള്ളത് 5th വേർഷൻ ആണ്. നമ്മൾ അതിന് ഷോർട്ടായിട്ട് DSM-5 എന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ ആ DSM-5ന്റെ പേജ് നമ്പർ 274 എടുക്കുക. എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് PTSD. അതിനടിയിൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് വായിച്ചൊക്കെ മനസ്സിലാവും. വിറ്റ്നസ് ഈവൻസ് ഇൻക്ലൂഡ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു ഒബ്സർവിംഗ് ത്രെറ്റൻഡ് സീരിയസ് ഇഞ്ചുറി, അൺനാച്ചുറൽ ഡെത്ത്, ഫിസിക്കൽ ഓർ സെക്ഷൽ അബ്യൂസ് of another person due to violent assault, domestic violence, accident, war or disaster or medical catastrophe. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഇനി എന്താണ് ഡിസാസ്റ്റർ എന്ന് അറിയേണ്ടത്. അപ്പൊ ഡിസാസ്റ്റർ കൊണ്ട് സ്ട്രെസ് ഉണ്ടായ ആളുകൾക്ക് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. ഡിസാസ്റ്റർ കൊണ്ട് പ്രശ്നമുണ്ടായ ആളുകൾക്ക് നമുക്ക് കൃത്യമായിട്ട് ഈ IAS റിവൈസ് സ്കോർ ഉപയോഗിക്കാം. നമുക്ക് ഡിസാസ്റ്റർ എന്താണെന്ന് നോക്കാം. അതിനാദ്യം ഞാൻ പോകേണ്ടത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റ്, നമ്മുടെ രാജ്യത്തിന്റെ ഒരു നാഷണൽ ഡിസാസ്റ്റർ അതോറിറ്റിയുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് പോവാം. അവിടെ നോക്കൂ, ഈ ഡിസാസ്റ്റർ 2 തിരിച്ചിരിക്കുന്നു: നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് മാൻമെയ്ഡ് ഹസാർഡ്സ്. അതിൽ നോക്കൂ, മാൻമെയ്ഡ് ഹസാർഡ്സിൽ എഴുതിയിരിക്കുന്നു ബയോളജിക്കൽ ഹസാർഡ്സ്. ആ ബയോളജിക്കൽ ഹസാർഡ്സ് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, biological disasters are causative of process of phenomenon or organic origin or conveyed by biological vectors. അതെന്തൊക്കെയാണ്? Epidemics affecting disproportionately large number of individuals with population. Then pandemic, നിങ്ങൾക്കറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം, COVID-19 എന്ന് പറഞ്ഞത് ഒരു എപ്പിഡമിക് ആണ്. അതിനെ 2020 മാർച്ച് 11 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ COVID-19 എന്നൊരു ഡിസാസ്റ്റർ ആണ്. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ COVID-19 ഡിസാസ്റ്റർ ആണ്. ആ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അളക്കുവാൻ വേണ്ടിയിട്ട് ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ ഉപയോഗിക്കാം. ഇനിയും നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ അത് വിശ്വസിക്കേണ്ടതാണ്. ഇനിയും നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ നോക്കൂ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി 2010, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഗവൺമെന്റ് ഓഫ് കേരള, തിരുവനന്തപുരം. അതിൽ കാറ്റഗറി 4ൽ പറഞ്ഞിരിക്കുന്നു ബയോളജിക്കൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. എന്തൊക്കെയാ? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എപ്പിഡമിക്സ് ആണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് വിശ്വസിക്കാം, ഒരു സംശയം വേണ്ട, ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ നമുക്ക് ഡിസാസ്റ്റർ പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനും COVID-19 മൂലമുണ്ടാകുന്ന സ്ട്രെസ് ഡിസോർഡറിനും കൃത്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതിലുള്ള വേറൊരു സംഗതിയാണ്, ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് വിമർശകർ പറഞ്ഞ സംഗതി, കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ. അതിനുള്ള ഉത്തരമാണ് ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിൽ എന്ന റിവൈസ്ഡ് ടൂൾ ആണ്, ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് ടൂൾ ആണ്. അതിൽ 22 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായി വാലിഡേറ്റ് ചെയ്തതാണ്, റിലയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങൾക്ക് നോക്കാം അതിന്റെ സ്കോർ ഇത് സ്കോർ ചെയ്തതിനു ശേഷം. അതുപോലെ തന്നെ ഇതിന് പറഞ്ഞത് 5 പോയിന്റ് സ്കെയിലാണ്, ലിക്കേർട്ടിന്റെ 5 പോയിന്റ് സ്കെയിലാണ് IAS ഉണ്ടാക്കിയിരിക്കുന്നത്. നോട്ട് അറ്റ് ഓൾ 1, 2, 3, 4. അത് പ്രകാരം ഉണ്ടാവുന്ന സ്കോറിൽ 37 ഓർ മോർ ആണെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നു ദിസ് ഈസ് ഹൈ ഇനഫ് ടു സപ്രസ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷനിങ് ഈവൻ ആഫ്റ്റർ 10 years ആഫ്റ്റർ ആൻ ഇമ്പാക്ട് ഓഫ് ഇവന്റ്. ഇത്തരം കാര്യങ്ങൾ ഡോക്ടർ തോമസ് മാത്രം പറയുന്നതില്ല,
ഇത് ലോകത്തിൽ ഉപയോഗിക്കുന്ന റിസർച്ചുകളുടെ ഫലമായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത് എവിടെ ഏത് സെർച്ച് എഞ്ചിനിലും ഏത് സൈറ്റിൽ വേണം വളരെ കൃത്യമായിട്ട് കിട്ടുന്നതാണ്. മാത്രമല്ല നമ്മുടെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന IAS സ്കോർ വെച്ചിട്ട് നമ്മുടെ പഠനത്തിന്റെ ഉപയോഗിച്ച ആളുകളുടെ IAS സ്കോറിന്റെ മീൻ 39.21 ആണ്. നോക്കൂ, 37 മുകളിലാണ്. ദിസ് ഇസ് ഹൈ എനഫ് ടു സപ്രസ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം. ഇവിടെ 39.21 ആണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. ഇനി നമുക്ക് നോക്കാം. ഇനി ഇതിന്റെ ഈ സിസ്റ്റത്തിന്റെ ഈ ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ സൈക്കോമെട്രിക് പ്രോപ്പർട്ടികൾ എന്താണ്? അതിന് ഒരു ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി ഉണ്ട്. ഇറ്റ് ഹാസ് കൺസിസ്റ്റഡ് ഇന്റേണൽ കൺസിസ്റ്റൻസി, കോൺബാക്ക്, ഇൻട്രൂഷൻ ഉണ്ട്. അവിടെ എല്ലാത്തിനും 0.8 മുകളിലും ഉള്ള റിലയബിലിറ്റി അവരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. കോറിലേഷൻ ടു IAS റിവൈസ്ഡ്, അതിനും വളരെ കൃത്യമായിട്ട് അതിന്റെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക ഒരു സയന്റിഫിക് ടൂളാണ് ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിൽ. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണയിലുമില്ലാതെ വെറും ചോദ്യങ്ങളാണെന്നും അല്ലെങ്കിൽ ചില അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അല്ല എന്നും പറഞ്ഞിട്ട് ഇത് കൃത്യമായ ധാരണയില്ലാതെ ഇതുപോലെയുള്ള പഠനങ്ങളെ ദയവ് ചെയ്ത് നിങ്ങൾ ആരും വിമർശിക്കരുത്. അത് ചെയ്യുമ്പോൾ കൃത്യമായി അതിനെപ്പറ്റി പഠനം നടത്തിയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ഇപ്പൊ പറഞ്ഞതല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദീസ് ഡീറ്റെയിൽസ് ആർ വെരി ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ഇൻ ദ പേജ് നമ്പർ 46 ഓഫ് ദ റിപ്പോർട്ട്. അവിടെ നിങ്ങൾക്ക് നോക്കാം. 46ാമത്തെ പേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കാം. എത്ര കാലം വായിച്ചാലും, എത്ര കഠിനമായിട്ട് വായിച്ചാലും, എത്ര മനോഹരമായിട്ട് വായിച്ചാലും ഞങ്ങൾ പ്രവർത്തകർക്ക് ഈ ബൃഹത്തായ പഠനത്തിന്റെ വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ വായിക്കാതെ അതിനെ ഒരിക്കലും വിമർശിക്കാൻ പോകരുതെന്ന് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ IAS സ്കെയിൽ ഉപയോഗിച്ചിട്ട് എവിടെയെല്ലാം നമ്മൾ പിന്നെ റിസർച്ച് നടത്തിയിട്ടുണ്ട് നോക്കൂ. 2020 നവംബർ 16 പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ് പ്രിവലൻസ് ഓഫ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആൻഡ് ഡിപ്രഷൻ ആൻഡ് ജനറൽ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് COVID-19 പാൻഡമിക്. അത് ആരാ നടത്തിയിരിക്കുന്നത്? ഡൽഹിയിലെ സഫ്ദർജംഗ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് നടത്തിയിരിക്കുന്നത്. നോക്കൂ, അതിന്റെ റിപ്പോർട്ട് നോക്കൂ. അതിൽ ഉപയോഗിച്ച ടൂൾ ഏതാണ്? IAS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. 12 ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസിന് IAS സ്കോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്കോറിന്റെ ഓരോ സ്കോറും ഓരോ IASന്റെ ലെവലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും PTSD ഉണ്ടോ ഇല്ലയോ എന്ന്. അതുപോലെ അതിൽ പറഞ്ഞിരിക്കുന്ന വേറെ കാര്യം, PTSD വാസ് എ പ്രോബബിൾ ഡയഗ്നോസിസ് and for 5.4% was high enough to suppress immune system functioning. 2020 നടന്ന ഒരു പഠനമാണ്. ഈ ഞാനിവിടെ കാണിക്കുന്ന എല്ലാ സ്ക്രീൻഷോട്ടും ഇനി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇതിന്റെ റെഫറൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ. ഒരെണ്ണം ഞാൻ വെറുതെ എന്റെ മനസ്സിൽ നിന്ന് പറയുന്നില്ല. മൂന്നാമത് വേറെ നോക്കൂ, ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ വന്നതാണ്. എപ്പോഴാണ് വന്നത്? 2020 നവംബർ 30 പബ്ലിഷ് ചെയ്താണ്. എന്താണ്? സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് COVID-19 പാൻഡമിക് ഓൺ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അറ്റ് അക്യൂട്ട് ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ഇൻ ദ സൗത്ത് ഈസ്റ്റ് അയർലൻഡ്. അവിടെ ഉപയോഗിച്ച ടൂൾ ഏതാണെന്ന് ഇവിടെ വായിച്ചു നോക്കൂ. ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ. അത് വെറും ക്വസ്റ്റ്യൻസ് അല്ല, ഓവർ റിലേറ്റഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് അല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ, വിമർശകർ വിചാരിക്കുന്ന പോലെ വെറുതെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല. കൃത്യമായി സയന്റിഫിക്കലി റിലയബിലിറ്റി വാലിഡിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. നോക്കൂ, അടുത്തൊരു പഠനം നോക്കൂ. അതും 2020 നടത്തതാണ്. Initial psychological impact of COVID-19 and its correlates in Indian community and online survey. അതിൽ ഉപയോഗിച്ചിരുന്ന ടൂൾ ഏതായിരുന്നു? IAS റിവൈസ്ഡ്. അത് ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ റിവൈസ്ഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ നോക്കൂ, സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് COVID-19 ഔട്ട്ബ്രേക്ക് ഇൻ മെഡിക്കൽ സ്റ്റാഫ് ഇൻ ജനറൽ പബ്ലിക്. നോക്കൂ, അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതേതാ? അതിൽ ഉപയോഗിച്ചിരിക്കുന്നതും ഇമ്പാക്ട് ഓഫ് ഇവന്റ് സ്കെയിൽ IAS റിവൈസ്ഡ് ആണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങളെയൊന്നും എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്, ഒരു റിസർച്ച് പഠനം വായിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാതെ അത്തരം വിമർശനങ്ങളിലേക്ക് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഇമ്പാക്ട്സ് ഓഫ് ഇവന്റ് സ്കെയിൽ എന്നുള്ളത് കൃത്യമായിട്ട് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അത് COVID-19 അസുഖത്തിനുമായി ബന്ധപ്പെട്ട് ആരിലുകളിൽ ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് അളക്കാൻ ഉപയോഗിക്കാം.